മനസ്സിലായല്ലോ പെണ്ണെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇനി മനസ്സിലാവൂടാ ഇവനെങ്ങനെ മനസ്സിലാവാനോ ഇപ്പൊ മനസ്സിലായല്ലോ ബേസിൽ കണ്ടല്ല നാറികളെ. അതല്ല ഇവിടെ വിഷയം അതല്ല. ഷെമീർ വലിയ ലവ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് മൂഞ്ചിയ പാര് മൂഞ്ചി ഓളെന്താ പറയുന്നറിയാ നോക്ക്. ഓൾ ചാറ്റ് ആർ ഫേക്ക് ഇൻ ലൈവ് സ്ട്രീം. അതായത് ലൈവ് സ്ട്രീമിൽ കാണിച്ച ചാറ്റ് എല്ലാം ഫേക്ക് ആണെന്ന് അവള് പറയാം. വെറുതെ പറയുന്നടാ. നീ ആ ചാറ്റ് എടുക്ക്. ഫേക്ക് ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ ദേ ആർ ഫേക്കിംഗ് ഹോൾസ് ഇൻ. അതായത് ഐ ആം നോട്ട് ദാറ്റ് പേഴ്സൺ. ആ പേഴ്സൺ ഞാൻ അല്ല. അപ്പൊ എങ്ങനെ പറയും നമ്മൾ പങ്കിയിൽ കയറിയപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പൊ തന്നെ നോക്കാം അത്രയും റിക്വസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോ. അതല്ല പ്രശ്നം. ഇപ്പോൾ പറയുന്ന ആ ചാറ്റ് ചെയ്തൊന്നും ഓളല്ല. ഇപ്പൊ എന്ത് പറയണ എന്റെ ചെക്കന് മോളെ നിനക്ക് കയപ്പ് കയറിയിട്ട് എന്റെ ചെക്കിന് മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ ഞാനല്ല ഓൾ ചാറ്റേഴ്സ് ഫേക്ക് ദേ ആർ ഫേക്കിംഗ് ഹോൾ സിനാരിയോ. നമ്മളിത് മൊത്തം ഫേക്ക് ചെയ്താണ്. എന്റെ അടുത്ത് വിളിക്കട രണ്ട് പറയണ നിന്നെ മൂഞ്ചിച്ചോളൂ. വിളിക്കോളാ ഇപ്പം വിളിക്കുന്നേ. ഇപ്പൊ നീ ഒന്നും വന്ന് നിക്കല്ലേ. വിളിക്കണ കോള്. അവനൊരു പ്രശ്നം വന്ന ആദ്യം നീയൊന്നും അല്ല ഞാനേ ഇവിടെ കാണും. മനസ്സിലായ എനിക്ക് ആദ്യമേ അറിയാം ഇപ്പടാ കുട്ടോ വിളിക്ക് കോള്. നീ മാത്രമേ എനിക്കുള്ളൂ. ഇതിലും പഠിക്കൂല. ഇതിലും പഠിക്കൂല. കോളേ എന്റെ ഫോൺ എടുത്താ വിളിക്കും. ഇതിലും പഠിക്കൂല. ഇതിപ്പോ ഒന്നും പറയണ്ട നിനക്ക്. വീഡിയോ കോള് ഇത് വേറെന്തോ സംഭവമായത്. കോളേ എടുത്തോ ഫോണിടാ. അങ്ങനെ ഒന്ന് സംഭവം. ഷമീറെ എന്റെ ഒപ്പം നിന്ന് നമ്മള് ബാധിച്ചിട്ട് വെള്ളത്തിലല്ല. കുറച്ചും കൂടെ കൂട്ടത്തിൽ ഒരുത്ത ഇതാകുമ്പോ നിനക്ക് നല്ല സന്തോഷമാണല്ലോ. എരിവേറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ ശരത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പോഴും മനസ്സിലാവൂല. നമുക്കറിയില്ലല്ലോ എന്താ ലാസ്റ്റ് മെസ്സേജ്. മൈ ഐഡി ഗോട്ട് ഹാക്ക്ഡ്. മൈ ഐഡി ഗോട്ട് ഹാക്ക്ഡ്. ഒരു മിനിറ്റ്. അതായത് മൈ